എന്തുട്ട പുഡിംഗ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഇതാണ് പുഡിംഗ്. പിന്നെ പാസ്റ്ററൈസേഷൻ വേണ്ട, അതൊന്നും പറയണ്ട. ഹലോ ഫ്രണ്ട്സ്, മിൻഹാർട്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്നല്ലേ? ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. കോക്കനട്ട് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ കോക്കനട്ട് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്, ഞങ്ങളിത് കോക്കനട്ട് പുഡിംഗ് ഒരു ദിവസം പോയി കഴിച്ചായിരുന്നു. എന്താ ടേസ്റ്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ കടയിൽ പോയി കഴിക്കുന്നതിലും നല്ലതല്ലേ വീട്ടിൽ ട്രൈ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ എന്നിട്ട് വീട്ടിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിചാരിച്ചു ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, ഒരുപാട് സമയം എടുക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ആദ്യം ഇരുന്നു. പക്ഷെ വൺസ് ഞാനൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടില് നല്ല ടേസ്റ്റില് വെറുതെ കാശ് കൊണ്ടേ നമ്മൾ പുറത്ത് കളയണ്ട, നമുക്ക് ആവശ്യം നമുക്ക് തൃപ്തി ആവുന്നോടം വരെ വീട്ടില് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ പൈസ കുറച്ച് ചെലവ് കുറച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ കോക്കനട്ട് പുഡിംഗ്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, അത് നല്ല സക്സസ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളും കൂടി അറിയണം, നിങ്ങളും കൂടി ട്രൈ ചെയ്യണം, ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ നല്ല ടേസ്റ്റ് ആയിട്ട് ചെലവ് കുറച്ച് കോക്കനട്ട് പുഡിംഗ് കഴിക്കാമെന്ന് നോക്കാം. അപ്പൊ പോരെ. അപ്പൊ നമ്മൾ കിച്ചണിലെത്തി പണി തുടങ്ങും. അപ്പൊ അതിനു മുന്നേ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇങ്ങോട്ട് പോരട്ടോ. അതായത് നമ്മൾ ഫസ്റ്റ് മെയിൻ ആയിട്ട് ഇതിന്റെ വേണ്ടത് നമ്മുടെ ജലാറ്റിൻ. നമുക്ക് ജലാറ്റിൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ക്ലിയർ അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ജലാറ്റിൻ വേണം നമുക്ക്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ അത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം അത് എങ്ങനെയാന്ന്. പിന്നെ നമുക്ക് കോക്കനട്ട്, ഇത് ഞാൻ ഒരു കോക്കനട്ട് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ഇതിന്റെ ബാക്ക് സൈഡ് ചെത്തി കളഞ്ഞേക്കാണ്. ഇങ്ങനെ നമ്മള് ഈ ബാക്ക് സൈഡ് ചെത്തി കളയും. ഇത് എന്തിനാ ചെത്തി കളയണത്? ഇത് ബാക്ക് സൈഡ് ചെത്തി കളയാതെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് കോക്കനട്ട് പുഡിംഗ് എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടുമ്പോൾ അതിന്റെ ഒരു ഭംഗി വേറെയാണ്. ഈ ബാക്കിൽ ഈ ബ്ലാക്ക് കളറും കൂടി വരുമ്പോഴത്തേനുണ്ടല്ലോ, അതിന്റെ ആ ഒരു കളർ ഒരു ലൈറ്റ് ഡിം ആയിട്ടിരിക്കും, നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല. എനിക്കിത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ ബാക്കിലെ ഈ ബ്ലാക്ക് കളർ ചെത്തി കളയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ. ഇത് ഞാനൊരു 6 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത്. ഞങ്ങൾ മധുരത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് മധുരം നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഇത് ഈ 6 ടേബിൾ സ്പൂൺ വെച്ച് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഇനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഷ് മിൽക്കാണ് വേണ്ടത്. അതൊരു 2 ഗ്ലാസ്, അതായത് 1/2 ലിറ്റർ ഫ്രഷ് മിൽക്കാണ് വേണ്ടത്. അത് ഞാൻ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ പാസ്റ്ററൈസേഷൻ വേണ്ട, അതൊന്നും പറയണ്ട, അത്രയും പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നമ്മളിതേ ഇതിന്റെ ഈ ബ്ലാക്ക് കളറിൽ ഇതൊക്കെ ചെത്തി കളഞ്ഞ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജലാറ്റിന റെഡി ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ 1/2 ലിറ്റർ പാലിന് വേണ്ടിയിട്ട് 20 ഗ്രാം ജലാറ്റിനാണ് എടുക്കുന്നത്. 20 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ക് ഇനി മെഷറിംഗ് സ്പൂൺ അത് ഇത് വേണം എന്നുള്ള ടെൻഷൻ വേണ്ട. ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 50 ഗ്രാം ആണ്. അപ്പോൾ ഇതില് 5 പാക്കറ്റ് ആയിട്ടാണ് അവര് തന്നേക്കുന്നത്. അപ്പൊ ഇത് ഒരെണ്ണം 10 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ 2 പാക്കറ്റ് എടുക്കാം. ഈസി. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് നമ്മള് ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ 1/2 ഗ്ലാസ് എടുക്കണം. അതായത് 125 ml, അതായത് 1/2 ഗ്ലാസ്. അതായത് ഇതുപോലത്തെ നമ്മുടെ വീട്ടിലൊക്കെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഇല്ലേ, ഇതേപോലത്തെ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഈ 2 പാക്കറ്റ് ജലാറ്റിൻ മിക്സ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ നമ്മുടെ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഇവിടെ റെഡിയാണ്. ഞാൻ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്ര പ്രൊഫഷണൽ കുക്കൊന്നല്ല. അപ്പോൾ എനിക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഒരു കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ല ഇത് എങ്ങനെയാണ് ഇതിന്റെ അളവ് കാര്യങ്ങളെന്നൊക്കെ.
അപ്പൊ എന്നെ പോലെ തന്നെ കുക്കിംഗ് ഒന്നും അറിയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ഇത് കട്ട പിടിക്കും. ഇപ്പൊ ഇത് ഏകദേശം കട്ടയൊക്കെ വിട്ട് നല്ല എല്ലാം ഈക്വൽ ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പല ഫ്ലേവറിലുള്ള ജലാറ്റിനും കിട്ടും കേട്ടോ. പല പൈനാപ്പിള്, സ്ട്രോബെറി, അങ്ങനെ പല ഫ്ലേവറിലുള്ള ജലാറ്റിൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ജലാറ്റിന്റെ മിക്സ് നമുക്ക് ഇവിടെ വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ കോക്കനട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. ഫസ്റ്റ് ഇതിങ്ങനെ വലിയ വലിയ പീസായ കാരണം ഞാൻ മിക്സിയുടെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കോക്കനട്ട് ഇവിടെ ഏകദേശം നമ്മള് ചിരവയിലൊക്കെ ചിരക്കി എടുത്തേക്കുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ചിരകി എടുത്താൽ പോരെയെന്ന്. ഞാൻ പറഞ്ഞല്ലോ ആ ബ്ലാക്ക് കളറില് ഇത് മാറണമെന്ന്. ചിരവയിൽ ചിരകി കഴിഞ്ഞാൽ അത് അങ്ങനെ കിട്ടില്ല. എന്നിട്ട് ഇപ്പൊ നല്ല വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ. ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഫ്രഷ് മിൽക്കിൽ നമ്മളിത് അരച്ചെടുക്കാണ്. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാണ്. അപ്പൊ അതേ നമ്മള് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി അരിപ്പയില് അരിച്ചെടുക്കണം. അപ്പൊ ആദ്യത്തെ ഒരു ഗ്ലാസ് പാല് കൊണ്ട് നമ്മൾ തേങ്ങ അരച്ച് പിഴിഞ്ഞെടുത്തതാണ് ഈ വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ തന്നെ സെയിം തേങ്ങയിലിട്ട് രണ്ടാമത്തെ ഗ്ലാസും പാൽ ഒഴിച്ച് സെയിം പോലെ തന്നെ ഒന്നുകൂടെ അരച്ച് പിഴിഞ്ഞെടുക്കണം. അപ്പൊ നമ്മുടെ 2 ഗ്ലാസ് പാലില് തേങ്ങ പിഴിഞ്ഞെടുത്ത് മിക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ഞാൻ തീരെ ചേർത്തിട്ടില്ല. ആരും വെള്ളം ചേർത്തേക്കരുത് കേട്ടോ. ഈ തേങ്ങ പിഴിഞ്ഞ് എടുക്കുക, പാലെടുക്കുക എന്നുള്ളതാണ് ചെറിയൊരു പണിയായിട്ടുള്ളത്. എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കേട്ടോ. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇതല്ല, നമ്മളിപ്പോ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഷുഗർ. ഞാനത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ 6 ടേബിൾ സ്പൂൺ ആണ്. ഈ സ്പൂൺ അല്ല, വലിയ സ്പൂൺ 6 ടേബിൾ സ്പൂൺ ആണ് ഷുഗർ എടുത്തേക്കുന്നത്. അത് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ പാത്രത്തിലാട്ടോ ഇത് പുഡിങ്ങിന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതുപോലെ തന്നെ പിള്ളേർക്ക് കഴിക്കാൻ എളുപ്പത്തിന് ഈ ഒരു കുഞ്ഞു പാത്രത്തിനകത്ത് വെക്കുന്നുണ്ട്. അതിവിടെ 2-3 ഉണ്ട്. അപ്പൊ അതെ ഈ ഒരു പാത്രത്തിലാണ് പിള്ളേർക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കഴിക്കാൻ ഈസി ആയിരിക്കും. ഇത് പഞ്ചസാര ശരിക്കും മെൽറ്റ് ആവണേ. 1/2 ലിറ്റർ പാലും 1 തേങ്ങയുടെ ആണ് ഇത്രയും നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ തേങ്ങ അരച്ച് ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുത്ത് കുറച്ച് തേങ്ങ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഷുഗറൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു ടോപ്പിംഗ് പോലെ ചെറിയൊരു ഡിസൈൻ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ കരിക്ക് നമുക്ക് എടുത്തിട്ട് അത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പുഡിങ് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമല്ലോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ദേ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച ജലാറ്റിൻ, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമ്മളിതേ ഇത് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇത് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. കണ്ടോ? ഇതുണ്ടോ സ്പൂണിലിരിക്കുന്നേ, അത് മുങ്ങാഞ്ഞ കാരണം കട്ട പിടിച്ചിരിക്കുന്നുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിനകത്ത് ശരിയാവില്ല. ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ കിട്ടും. അതെ കട്ടയൊന്നും ഇല്ല. ഇങ്ങനെ ഈ മേളിൽ ഇത് അങ്ങ് എടുത്ത് കളയോ? അല്ല, അത് ഒട്ടിയിരിക്കുന്നതാ. അയ്യോ, സ്പൂണിന്റെ പിറകിൽ ഒട്ടിയിരിക്കുന്നതാ, ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായോ ഇല്ലയോ ഒന്ന് ഇത് സെറ്റായി കഴിയുമ്പോഴല്ലേ അറിയുള്ളൂ എന്താ ഞാനിങ്ങനെ. അപ്പൊ ദേ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം പിള്ളേർക്കുള്ളത് ഞാൻ ഈ പാത്രത്തിലായിട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മുടെ പുഡിങ്ങിനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത്
ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഫ്രിഡ്ജിലോട്ടാട്ടോ വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല, ഇത് നല്ല ഐസ് പോലെ ആയിട്ട് കിട്ടും. ഈ ചെറിയ ഗ്ലാസ്സിലൊക്കെ പെട്ടെന്നാവും, എനിക്ക് തോന്നുന്നു 2 hours ചെറിയ ഗ്ലാസ്സിൽ ഈ പാത്രത്തിലേക്ക് ആവും. പക്ഷെ ഈ ബിഗ് ബൗളിൽ ഒരു 3 to 4 hours. ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണിയും കൂടി ഉണ്ട്. ഈ ഞാൻ കുറച്ച് കോക്കനട്ട് മാറ്റി വെച്ചിരുന്നല്ലോ, അത് വെച്ച് നമ്മൾ അതിന്റെ ഒരു ടോപ്പിംഗ്സ് റെഡിയാക്കാൻ പോവാണ്, ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷുഗറും ഇതൊന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കും. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണൊക്കെ ചെറിയ ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി സെറ്റ് ചെയ്യുക. പിന്നെ ഇനി ആവശ്യമുള്ളവർക്ക് അതിനകത്തേക്ക് കാഷ്നട്ടോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനകത്തേക്ക് കോക്കനട്ട് മാത്രമേ യൂസ് ചെയ്യുന്നു. ഓയിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഷുഗറും കൂടിയും ചേർത്ത് കൊടുക്കും. അത് ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴാണ് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിങ്ങനെ മെൽറ്റ് ആയിട്ട് അതിനകത്ത് ഒരു കുറച്ച് മതി, ഒരു കുഞ്ഞൊരു ടീസ്പൂൺ ഉണ്ട്. ഇതുണ്ടോ, ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഷുഗർ ചെറുതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം കോക്കനട്ട് ഏകദേശം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ചൂടിൽ കിടന്നിട്ട് ആ കുറച്ച് ഷുഗർ അതിലുള്ളൂ, അത് ഒന്ന് മെൽറ്റ് ആവും. ഇതപ്പോ നമുക്ക് ആ പുഡിങ്ങിന്റെ മുകളിൽ ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടും. ആ പാത്രത്തിന്റെ ചൂടിൽ പിന്നെയും ബ്രൗൺ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കൂടുന്ന കേട്ടോ. ഞാൻ ഓഫ് ചെയ്തു. അപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്റെ ബൗളിലിട്ട് മാറ്റാണേ. അപ്പൊ ഞങ്ങളിത് പുഡിങ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ സെർവിങ് പ്ലേറ്റിലായിട്ട് വെച്ചേക്കാണ്. കുട്ടികൾക്ക് വേണ്ടി ചെയ്തേക്കുന്ന അതും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതാ എടുക്കുമ്പോ തന്നെ കരകര എന്നുള്ള ഒരു ഇത് നിങ്ങക്ക് ഫീൽ ചെയ്യണ്ടോ? ഉണ്ടോ? കഴിക്കുമ്പോ നല്ല ഇതായിരിക്കും. അവള് പുഡിങ് കഴിക്കാൻ വേണ്ടി നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നിരുന്നതാണ്. അപ്പക്ക് നോക്ക്, പുഡിങ് കഴിക്കാൻ പോവാ. നമുക്ക് പുഡിങ് കഴിക്കാൻ പോവാണിട്ട് ഞങ്ങള്. ടാറ്റ കത്തേ അപ്പക്ക്. ഈ കയ്യിൽ പിടിക്ക്. ഓക്കെ, ടാറ്റ. ഓക്കെ, പ്ലെയിൻ കിസ് കൊടുത്തേ. പ്ലെയിൻ കിസ്. തോമച്ചനുണ്ടോ? തോമച്ച, അയ്യോ ഞങ്ങളിപ്പോ വരാം. ഓക്കെ. അപ്പൊ നമ്മളിതേ പുഡിങ് കട്ട് ചെയ്യാൻ പോവാണേ. കത്തി ഇറങ്ങി പോകുന്നത് അറിയുന്നേ ഇല്ല, എത്ര സോഫ്റ്റ്. നോക്ക് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. ചാവിക്കണ്ട, വായിൽ അലിഞ്ഞിറങ്ങി പോവാ. നല്ല ടേസ്റ്റ്. അപ്പൊ ഞാൻ തന്നെ കഴിച്ച് ഞാൻ തന്നെ ഇതിന്റെ ടേസ്റ്റ് പറയുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ബാക്കിയുള്ളവരെയും കൂടി വിളിക്കാം. പുഡിങ് കഴിക്കാനായിട്ട് ഇത് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. തോമസിന് അവന്റെ ഒരു ബോക്സ് എടുത്ത് പിടിച്ചിട്ടുണ്ട്. മമ്മ കാണിച്ചു തരാം. ഇനി തനു മമ്മ എടുത്തരാം. നമുക്ക് തനുവിന് കുറച്ച് നോക്കാം എങ്ങനെയാണ് അവളുടെ എക്സ്പ്രഷൻ. അതെ, അവൾക്ക് പല്ലൊന്നുമില്ല, അങ്ങനെ ഇറക്കി വിട്ടു. ചേച്ചി കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയും. എങ്ങനെയുണ്ട് പിടിച്ചു നോക്കിട്ട്? ബ്ലും 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 ഇരിക്കുന്ന ചേച്ചി. ഇനി ക്യാമറമാനും കൊടുക്കാനുണ്ട്. മധുരമൊക്കെയോ?
കറക്റ്റ് അല്ലേ? എന്തുട്ടാ പുഡിംഗ് എന്നൊക്കെ പറഞ്ഞാട്ടല്ലോ, ഇതാണ് പുഡിംഗ്. ഒന്ന് കുലുക്കി കാണിച്ചേ. അയ്യോ, കാരണം എന്റെ കയ്യിൽ ഇരുന്നപ്പോ ഇത്രയും എനിക്ക് മനസ്സിലാവുള്ളായിരുന്നു. അത് പിടിക്കണവര് പിടിക്കണോ, നല്ല കുരുമുളക് ആണോ? എന്ത് ടേസ്റ്റ് നോക്കട്ടാ. കനുവിന് വേണ അത് രക്ഷയില്ലാട്ടാ. അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇത് വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഓക്കെ, ബൈ.